ആരാ? ചോദിച്ചത് കേട്ടില്ലേ? ആരാ നീ? ഞാനൊരു പെണ്ണ്. നിനക്ക് ഈ രാത്രിയിൽ ഇവിടെ എന്താ കാര്യം? കാര്യമൊന്നുമില്ല. മനസ്സിനും ശരീരത്തിനും എന്തോ ഒരു ദാഹം. അതാ ഞാൻ. നിനക്കെന്നെ മനസ്സിലായോ? ആരാ? മനുഷ്യൻ അല്ല, പാലപ്പൂവിൻ്റെ ഗന്ധം പേറി കന്യകമാരുടെ മനം മയക്കാൻ വരുന്ന ഗന്ധർവൻ. എന്നെ കളിയാക്കുകയാണല്ലേ? പിന്നെ ഈ രാത്രിയിൽ എന്നെ പോലൊരു സുന്ദരി ഒറ്റയ്ക്ക് മുന്നിൽ വന്ന് നിന്നിട്ട് ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഇവിടെ വെച്ച് ഇവർക്കാകാമെങ്കിൽ നമുക്കെന്തായാല്? ഈ സൗഭാഗ്യം ഈ ഉള്ളവന് എന്നും കിട്ടുമോ? കിട്ടും. പിള്ളതൈലത്തിന്റെ ഗന്ധം എന്റെ സിരകളിൽ മത്ത് പിടിപ്പിക്കുന്നു. ആരാണ് നീ? എന്തിനാണ് സാർ രക്കന ഫോറസ്റ്റ് ഗാർഡിനെ കൊന്നത്? അവൻ ചാകേണ്ടവൻ തന്നെ ആയിരുന്നു. കാട്ടിൽ വിറക് പെറുക്കാൻ ചെന്ന 2 പെൺകുട്ടികളെയാ അവൻ പിച്ച് ചീന്തിയത്. സാർ രക്കന് ഞാനൊരു സല്യൂട്ട് കൊടുത്തോട്ടെ. ഇങ്ങനെയുള്ളവരെ നമുക്കൊന്നും തൊടാൻ പോലും പറ്റില്ലല്ലോ. സോറി സാർ. സർ, പുത്രൻ്റെ PMC. രാത്രി 1-നും 1:30-ക്കും ഇടയിലാണ് കൊലപാതകം നടന്നിരിക്കുന്നത്. എന്താ രക്ക, നിനക്കൊന്നും പറയാനുണ്ടോ? സാർ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അതെല്ലാം കോടതിയിൽ പറയാം. സാർമാരെ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ആ സാറിനറിയാം. ഉബൈദ്. സാർ, ഉബൈദ് ഇയാളെ അറിയോ? സാർ ഇന്നലെ വൈകുന്നേരം ഇയാളോട് വന്നിരുന്നു. താനല്ലേ ഇന്നലെ വൈകുന്നേരം ഇവിടെ വന്നത്? അതെ സാർ. സാർ, ഈ രാത്രി ഞാൻ ഇവിടെ നിന്നിരുന്നോട്ടെ? അതെന്തോടെ ഇവിടെ? തനിക്ക് വീടില്ലേ? എനിക്ക് വീടില്ല, നാടേ ഉള്ളൂ, മാങ്കുറിശി. ഇപ്പൊ പോയാ നല്ല മഴ വരുന്നുണ്ട് സാർ. അവിടെ എവിടെയെങ്കിലും ഇരുന്നോ, രാവിലെ എണീറ്റ് പൊക്കോണം. ആ 130 ചെക്ക്. സാറേ, രക്കനൊരു തെറ്റും ചെയ്തിട്ടില്ല, ചെയ്യല്ല.